പക്ഷെ നാട്ടിൽ തന്നെ രക്ഷപ്പെട്ട് നാട്ടിൽ തന്നെ ജീവിക്കണവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നാണ് ഏതൊരു പ്രവാസിയും പറയുള്ളൂ കേട്ടോ. ഞാനതേ പറയുള്ളൂ. നാട്ടിൽ എമൗണ്ട് ഉണ്ട്, നാട്ടിൽ കാറുണ്ട്, നാട്ടിൽ വീടുണ്ട്, നാട്ടിൽ നല്ലൊരു സമ്പാദ്യമുണ്ട്, ഫാമിലി ഉണ്ട്, മക്കളുണ്ട്. ആഹാ, അതാണ് സ്വർഗം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ചില ആൾക്കാർ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ പോണേ. അവരെന്താ പറയുക, ഇവരെന്താ പറയുക. കാരണം ഞാനിങ്ങനെ മോശമാകും, മറ്റേ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ എല്ലാവരൊക്കെ അങ്ങനെയായി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടല്ല. അപ്പം നമ്മളും കയറി പോകണം, എവിടെയും നിൽക്കണം. ഇവരെവിടെ ജീവിക്കണം, എന്താ കാട്ടിക്കൂട്ടണം ആർക്കും അറിയില്ല. നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ അവൻ കാനഡയിലാ, മറ്റേ യൂറോപ്പിലാ, ദുബായിലാ, ഫാമിലി ആയിട്ട് സെറ്റിലാ. ഓ, വലിയ പരിപാടിയാണ്, തേങ്ങാ കൊല. ഇവരൊക്കെ അതേപോലെ തന്നെ ബുദ്ധിമുട്ടിയാവും നിൽക്കുന്നത്. ആരെ ബോധിപ്പിക്കാനാ? മരണം വരെ നാട്ടുകാരെ ബോധിപ്പിക്കാം. പൊന്നാര നാട്ടുകാരെ ഞങ്ങളൊന്ന് നിർത്തിയതൊക്കെ ഉണ്ടോ ഈ സംസാരം. രാവിലെ നീച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് ഒരു ചോറൊക്കെ തിന്ന്, വൈകുന്നേരം എന്ന് വെച്ചാൽ ചോറൊക്കെ തിന്ന്, ഇതുകൊണ്ട് നേരെ ചപ്പാത്തിയൊക്കെ തിന്ന് ചിക്കൻ കറി കൂട്ടി ഫാമിലിൻ്റെ ഒപ്പം നിൽക്കണേ. അത് മതി. അതിലുള്ള ഉപദേശം കൊടുത്താൽ മതി. മതിയാക്കി കളയും. പണ്ടൊക്കെ വീട് കയറ്റാം, പെങ്ങന്മാരെ കെട്ടിക്കാൻ പറഞ്ഞ് കയറിപ്പോകുന്ന ആൾക്കാർ വീട് കയറ്റി തിരിച്ച് നാട്ടിലെത്തിയപ്പം നാട്ടിലത്തെ വീട് പോരാ. കാരണം എന്താ, ഇയാളുണ്ടാക്കിയ വീട് പഴയ വീടാണ്. നാട്ടിലായാലും വലിയ കൊമ്പം വീടുകൾ വന്നപ്പോൾ ഇത് പോരാ. അപ്പം അതിലും വലിയ വീടായിട്ടാണ് പറഞ്ഞാൽ ആരെ വലിയ വീടാണ് ഇയാളെ തന്നെയല്ല, ഇയാളെ മകൻ കയറും.